ആകെ ഗർഭം ധരിച്ചറിയില്ല. വാഹിദ, ഒരു പെണ്ണ് മാത്രമേ ഗർഭം ധരിച്ചുള്ളൂ. അവൾ പ്രസവിച്ചതോ ഒരു വികലാംഗനെയും. മനസ്സിലായില്ല? ആകെ ഗർഭം ധരിച്ചത് ഒരുത്യ. എന്നിട്ട് അവൾ പ്രസവിച്ചത് കുതിരപ്പുറത്ത് കയറാൻ കഴിയുന്ന ആളെ അല്ല, ഒരു കൊച്ചറ, ഒരു ബങ്ക് വാങ്ങി കൊടുക്കേണ്ട ഒരാള്. വികലാംഗന്മാർക്കുള്ള ബങ്ക് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അങ്ങനത്തെ ഒരു പഞ്ചായത്ത് കൊടുക്കുന്ന എന്ന പോലത്തെ ഒരാൾ. അവസാനം അങ്ങനത്തെ ഒരാൾ, ഒരു IRDP ലോൺ കിട്ടണ്ട എന്ന് പറയേണ്ട അങ്ങനത്തെ ഒരാളെയാ പ്രസവിച്ചത്. അത്രേ ഉള്ളൂ. ഒരാൾ, ഒരു നിസ്ഫ ഇൻസാൻ നിൽക്കണു. ഫലോ ഖാല അഖി സുലൈമാൻ ഇൻഷാ അല്ലാഹ്, എന്റെ സുലൈമാൻ ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു സയ്യിദുനാ മുഹമ്മദുൻ. അപ്പൊ ഇവിടെ ഒരാളല്ല, ഒരാളെയും ആരാധിക്കപ്പെടേണ്ടതില്ല, ഒരാൾക്കും കരുത്തില്ല. കരുത്ത് ഒരാൾക്കേ ഉള്ളൂ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഒരാൾക്കേ കരുത്തുള്ളൂ, അത് അല്ലാഹുവിന് മാത്രമാണ്. ജല്ല ജലാലായ സുബ്ഹാനാണ്. ഇത് അടിത്തറയാണ്. അങ്ങോട്ട് കയറിക്കാളി, അതിൻ്റെ ഉള്ളിൽ കയറിക്കാളി, നേരെ കയറിക്കാളി, പിന്നെ പേടിയില്ല. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമൂഹത്തിലെ ഏറ്റവും വലിയ മഹാൻ സയ്യിദ്നാ സിദ്ദീഖ്. ഉറക്കപ്പറ സിദ്ദീഖായില്ലേ? എന്തുകൊണ്ട് സിദ്ദീഖായി? വഹ്ദാനിയത്തിന്റെ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉദാത്ത നിദർശനമാണ് സയ്യിദ്നാ സിദ്ദീഖ്. എന്നെ പറഞ്ഞത് എല്ലാരും ഒരു പറ്റം ആളുകൾ ബോധരഹിതരായില്ലേ? ചിലർ ഹൈറാനിയത്തിൽ പൊട്ടിയില്ലേ? ചിലരാകെ വിഷമിച്ചു പോയില്ലേ? എന്തൊക്കെയാ പരിസര ബോധം പോലും ചിലർക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? എന്റെ ഉണ്ടായത് മുഹമ്മദ് നബി വഫാത്തായപ്പോൾ, അപ്പോൾ അധികാരം ഏറ്റെടുത്തു, വിഷയത്തിൻ്റെ സാഹചര്യത്തെ ഏറ്റെടുത്തു സയ്യിദ്നാ സിദ്ദീഖ്. അതാണ് സിദ്ദീഖിൻ്റെ മഹത്വം. സിദ്ദീഖ് വലിയ നബി ഇബ്രാഹിമിയ, പക്ഷെ അവിടെ കുറച്ച് വർത്താനം പറഞ്ഞു. എന്താ പറഞ്ഞത്? من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإنه حي لا يموت لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഈ താരാട്ട് പാട്ടിയിട്ട് നമ്മളെ കുട്ടികളെ ഉറക്കിയിരുന്നു. പഴയകാലത്ത് പെണ്ണുങ്ങൾ അന്ന് തൗഹീദിൻ്റെ ബലപ്പെട്ട ശീലുകൾ കുട്ടികളെ മസ്തിഷ്കത്തിലേക്ക് കയറ്റാൻ അക്കാലത്തെ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ആ ഒരു പീരീഡ് ഭയങ്കരമാണ്. 0 വയസ്സ് മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മസ്തിഷ്കം ഭയങ്കര ക്യാച്ച് ചെയ്യും. അത് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തിരുന്നത് അന്ന് തൗഹീദ. എന്നാ ഏർപ്പാടൊക്കെ തന്നെ പോയി. അതുകൊണ്ട് അടിത്തറ അറിയുക, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ആരാണ് മുഹമ്മദിനെ ആരാധിച്ചതെങ്കിൽ നിങ്ങളെ ആള് തീർന്നു പോയി. മുഹമ്മദിനെ മരിച്ചു കിടക്കുന്നു എന്ന് സയ്യിദ്നാ സിദ്ദീഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ്നാ മുഹമ്മദുൻ من كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإنه حي لا يموت. അല്ലാഹുവിനെ ഒരാൾ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അല്ലാഹു മരിക്കുകയില്ലെന്ന് സയ്യിദ്നാ സിദ്ദീഖ്. അതാണ് ഈ ഉമ്മത്തിന് ഏറ്റവും ശക്തി കിട്ടിയ വചനങ്ങളിൽ ഒരു വാക്കാണത്. അതുകൊണ്ട് ആരെയും അർപ്പിക്കേണ്ടതില്ല, ആർക്കും സമർപ്പിക്കേണ്ടതില്ല. സമർപ്പിക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. 3 കാര്യമുള്ളവർക്ക് ഈമാൻ ഉണ്ടാകുമെന്ന് പുണ്യ റസൂൽ. ഏതാണത്? അസ്സബ്റു വശുക്റു വൽറിളാ. ഖാല റസൂലുള്ളാഹി
ഇത് പഠിപ്പിക്കലാണ്. കേവലമുള്ള അതിന്റെ വചനം മാത്രമല്ല, അതിന്റെ ആഴത്തിലുള്ള തവക്കുലാണ് ഈമാൻ. അവിടെയാണ് അതിന്റെ അന്തപ്പൊരുളിലാണ് അല്ലാഹു ഏറ്റവും വലിയ പ്രാധാന്യം വെച്ചിട്ടുള്ളത്. നീ അല്ലാഹുവിനെ ആശ്രയിക്കുക. അല്ലാഹു അല്ലാതെ അഭയമില്ല. അല്ലാഹു അല്ലാതെ ഒരാൾക്കും ഒന്നിനും സാധ്യമല്ല. അല്ലാഹുവിനെ ഭയം തേടുക. അവിടെ മൂന്ന് കാര്യമുള്ളവർക്ക് ഈമാൻ ഉണ്ടാവൂ. ഏതാണ് 3 കാര്യം? അസ്സബ്റു വശുക്റു വൽറിളാ. അല്ലാത്ത ഒന്നിനുമില്ല. നിസ്കാരമാകണമെങ്കിൽ വിചാരം അല്ലാഹു ആകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് പറ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അത്രേ ഉള്ളൂ. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. അല്ലാഹു എന്ന വിചാരത്തിലും ഭക്തിയുമാണ് ഒരാൾ നിസ്കരിച്ചതെങ്കിൽ അവന്റെ നിസ്കാരം വിജയത്തിലാണ്. ഖാലല്ലാഹു അസ്സ വജൽ. നിസ്കാരമാണെങ്കിൽ അതിലില്ല. അങ്ങനെ ആവണം. ഒരാളെ സ്നേഹിച്ചതില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാവണം. അത്രേ ഉള്ളൂ. ഒരു ഉസ്താദിനെ ഒരു ശിഷ്യൻ ബഹുമാനിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. പരസ്പരം ആദരിച്ചത് അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അവിടെ അടിത്തറ അള്ളാഹുവാണ്. അതല്ലാതെ യാതൊന്നിനും അടിത്തറയില്ല. വളരെ ഗൗരവമായി ചിന്തിക്കണം. 3 കാര്യമുള്ളവർക്ക് ഈമാൻ ഉണ്ടാകൂ. ഒന്ന് അസ്സബ്റു. അള്ളാഹു ഏത് കാര്യമാണ് വിധിച്ചതെങ്കിൽ അവിടെ റബ്ബിന് വേണ്ടി അവൻ വിധിച്ച കാര്യത്തിന്റെ മേൽ ശക്തമായി നിലകൊള്ളലിനാണ് സബ്ർ എന്ന് പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കിട്ടിയിട്ട് വീണ് മരണവെപ്രാളത്തിൽ പെടുമ്പോൾ ആളുകൾ ചെന്നിട്ട് ചോദിച്ചു, അടുത്ത ഖലീഫ ആരാണ്? സയ്യിദുനാ ഉമർ, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവേ, അടുത്ത ഖലീഫ ആര്? അപ്പോൾ പറഞ്ഞു, അടുത്ത ഖലീഫയുടെ പേര് എനിക്കറിയില്ല, ആളെ എനിക്കറിയുക ഇല്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുക. ലൗകാന അബൂ ഉബൈദ ഹയ്യാ, അബൂ ഉബൈദ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഖലീഫയാക്കിയിരുന്നു. എന്തുകൊണ്ട്? സമിഅതു മിൻ റസൂലില്ലാഹി. അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും വലിയ വിശ്വസ്തൻ മഹാനായ അബൂ ഉബൈദയാണെന്ന് പുണ്യ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അബൂ ഉബൈദ ചെയ്തത്? ജറാഹ്, ഹബീബ, അല്ലാഹു നിയോഗിച്ചിട്ടുള്ള റബ്ബിന്റെ റസൂലല്ലേ മുഹമ്മദ് നബി. അല്ലാഹു നിയോഗിച്ച റബ്ബിന്റെ റസൂലാണ് സയ്യിദുനാ മുഹമ്മദ്. ബദർ യുദ്ധത്തിൽ വന്നു. ഫസബ്ബ അബൂ ഉബൈദ, അബൂ ഉബൈദയെ ബാപ്പ ചീത്ത പറഞ്ഞു. ജറാഹ്, അബൂ ഉബൈദ ഇളകിയില്ല, ഒന്നുമില്ല. ഉമ്മാനെ ചീത്ത പറഞ്ഞു, അവിടെ അബൂ ഉബൈദ ഇളകിയില്ല. എന്നാലോ فلما سب النبي صلى الله عليه وسلم, അബൂ ഉബൈദയുടെ പിതാവ് ജറാഹ് ഹബീബായ നബിയെ ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ, പിന്നെ താമസിച്ചില്ല. റഅയ്നാ വസ്ബത അബൂ ഉബൈദ ثم റഅയ്നാ റഅസ ബിഹി ഫീ യദിഹി സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഇത് അല്ലാഹുവിനോടുള്ള ആഹദിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ അഭിമാനം സംരക്ഷിക്കുക, അതൊക്കെ അല്ലാഹുവിനോടുള്ള കരാറിന്റെ ബാധ്യതയാണ്, ഭാഗമാണ്. അതുകൊണ്ട് ആരെയും ആരാധിക്കേണ്ടതില്ല, ഒരാളെയും ആത്യന്തികമായി ഭയപ്പെടേണ്ടതില്ല, ഒരാൾക്കും വേണ്ടി സമർപ്പിക്കേണ്ടതില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. ഇത് പറയാൻ കാരണം എന്താണ്? ഇന്ന് അനാവശ്യമായ പല ജാതി ശിർക്കിന്റെയും കോമരങ്ങളെ തേടുന്ന മുസ്ലിമീങ്ങളെ കാണുന്നു. അത് ഭീകരമായ അബദ്ധമാണ്. അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണെന്ന് മുസ്ലിം സമുദായം